ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഫ്താർ റെസിപ്പീസ് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കും ഒപ്പം തന്നെ നമ്മുടെ പംകിൻ പുഡിങ്ങുമാണ്. വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പംകിൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ കുറച്ച് മത്തൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്കറിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളമൊഴിച്ച് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. മത്തൻ്റെ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. നന്നായി പഴുത്ത മത്തൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഞാനെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളമൊഴിച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ സമയത്ത് നമുക്ക് കുറച്ച് ചൈന ഗ്രാസ് ഇവിടെ സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതൊരു 25 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്. അതിൽ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒരു പാത്രത്തിലിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കാം. അപ്പം നമുക്ക് അത് മെൽറ്റ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിരിക്കും, പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇനി ഞാനിവിടെ കുറച്ച് പാല്, ഒരു 1/2 ലിറ്റർ പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്കും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടൻസ് മിൽക്ക് കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഷുഗറിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുത്താൽ മതി. ഞാൻ ഏകദേശം 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും ബാക്കി പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ചൈന ഗ്രാസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ചൈന ഗ്രാസൊക്കെ ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുക്കറിൽ വേവിച്ച മത്തൻ മിക്സിയിലൊന്ന് ജ്യൂസാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് പാലിൻ്റെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കട്ടയൊന്നും കൊടുക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മളൊരു പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം. കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഡെക്കറേഷന് വേണ്ടി കുറച്ച് ആൽമണ്ട്സ് അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മുടെ പംകിൻ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. വളരെ സോഫ്റ്റാണ്, നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇഫ്താറിൻ്റെ ടൈമിൽ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുകയും വേണം. ഇനി നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കാണ്. നോമ്പിൻ്റെ ടൈമിൽ മാത്രമല്ല കേട്ടോ, അല്ലാത്ത സമയത്ത് നമുക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പച്ചമുന്തിരിയും ഒരു ലെമണും പിന്നെ കുറച്ച് പുതിനയാണ്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയും ഐറ്റംസ് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ജ്യൂസ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 7up ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 7upും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് ബാക്കിയൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് ചിയാ സീഡ്സ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഈസി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.